സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയും ദേവികയും ചേർന്ന് മാധവനോടും രാധികയോടായിട്ട് പറയുന്നുണ്ട്, ദേ നോക്ക്, ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട എന്ന്. അല്ല, ഇനി ആ കെവിനും ഇസബലിയും എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അത് തന്നെയാ അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി ഏതൊക്കെ വഴിയിലൂടെ നീങ്ങുമെന്ന് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരിക അങ്ങോട്ട് പോവുകയാണ്. ശേഷം മുരളിയാണെങ്കിൽ ഗൗരിയോട് ശാരികയുടെയും ദേവികയുടെയും ഞെട്ടിക്കുന്ന നീക്കത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവർ സ്വന്തം ജീവൻ വെച്ചാണ് കളിച്ചത്. ശാരികയെ അഭയപ്പെടുത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിലോ? എന്തായാലും സ്വന്തം ചേച്ചിക്ക് വേണ്ടി ശാരി ഇത്രയൊക്കെ ചെയ്തില്ലേ എന്നിങ്ങനെ മുരളി ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച വിഷമം എന്നിങ്ങനെ ഗൗരി പറയുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല, നവിന് ശാരികയെപ്പോലൊരു പെൺകുട്ടിയെ മിസ്സായില്ലേ? ഒരുപക്ഷെ നവിനുമായിട്ടുള്ള വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശാരികയെ കൊണ്ട് പറ്റില്ലായിരുന്നു. കാരണം അവളുടെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചത് സ്വന്തം ചേച്ചിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ മുരളി പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ SP വിളിച്ചിട്ട് വീണ്ടും പ്രഷർ ചെലുത്തുകയാണ്. അതായത് തൻ്റെ മകനെ കണ്ടെത്താൻ ഇനിയും സാധിച്ചില്ലെങ്കിൽ ഐസക് ഇനിയും ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും മുടക്കം വരുത്തുകയാണെങ്കിൽ താൻ ഉറപ്പായിട്ടും രാഷ്ട്രീയം മാറ്റിവെച്ച് കളിക്കുമെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാറിനി ഇങ്ങനെ പാനിക്കാവാതിരിക്കുകയും ഉറപ്പായിട്ടും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും, നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നൊക്കെ SP വാക്ക് കൊടുക്കുന്നു. ശേഷം ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥൻ ദേവികയോടും പ്രഭാവതിയോടായിട്ട് പറയുന്നുണ്ട്, രാഷ്ട്രീയം മാറ്റിവെച്ച് ഞാൻ എന്തായാലും എൻ്റെ മോന് വേണ്ടി നിരാഹാര സമരം നടത്തും. സിദ്ധു ഒറ്റയ്ക്കല്ല, ഞാനും കൂടി ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ദേവിയൊക്കെ പറയുന്നുണ്ട്, രണ്ടാളും ഇങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ട, കുറച്ചുകൂടി സമയം കൊടുക്കാം, ഉറപ്പായിട്ട് നമുക്ക് നന്ദുവിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്നൊക്കെ പറയുന്നു. ഇനിയും സമയം കൊടുത്താൽ ശരിയാവില്ല, ഒരു ഭാഗ്യപരീക്ഷണം പോലെ കാണാൻ കഴിയില്ല എന്നൊക്കെ പ്രഭാവതി പറയുകയാണ്. അങ്ങനെ രജനിയും ഗിരീഷും ചേർന്ന് ചെക്കപ്പിനൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോൾ രജനിയാണെങ്കിൽ അകത്തേക്ക് വേണ്ടി പറയുന്നുണ്ട്, ഗിരിയേട്ടാ, ആ പ്രകാശ് വന്നിട്ടുണ്ടെന്ന്. ഇവനെന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം നീ കയറിയിരിക്കടാ, ചായ കുടിക്കാമെന്നൊക്കെ ഗിരിയുടെ അമ്മ പറയുമ്പോൾ, വേണ്ട, ഞാൻ വന്നത് ഗിരിയേട്ടന് ഒട്ടും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് രജനി ചേച്ചിക്ക് കൊടുത്തേക്കെന്നൊക്കെ പറയുകയാണ്. ഗിരി അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, ചെക്കപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ, ഞാൻ പോയിക്കോളാം, ശല്യമാവുന്നില്ല, പക്ഷേ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. രജനി പറയുന്നത്, ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്. എത്രയും പെട്ടെന്ന് അന്വേഷണം ഊർജിപ്പിക്കണം, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകണം. മാത്രമല്ല അരുന്ധതിയാണ് എനിക്ക് സംശയം, അവരുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ദേവികയും ഇവരുടെ അച്ഛനൊക്കെ കൂടി നോക്കുന്നുണ്ട്. മാത്രമല്ല ഹരിവക്കീലും ഇതിൻ്റെ ഇടയിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ആരാ ഹരിവക്കീൽ, അതിനെക്കുറിച്ച് നീ അറിയണ്ട എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ ആട്ടി ഓടിക്കാൻ നോക്കുകയാണ് ഗിരീഷ്. അല്ല, നിന്റെ പരോള് കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അത് പിന്നെ പരോള് എക്സ്റ്റൻഷൻ ലഭിച്ചു, ഗിരിയേട്ടൻ എന്നെ ആ ബസ് സ്റ്റോപ്പ് വരെ വിടാമോ എന്ന് ചോദിക്കുമ്പോൾ, നീ കയറിയിരിക്കെ, ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ അമ്മ പറയുകയാണ്. അതൊന്നും വേണ്ട, നീ കാറ് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയാണെങ്കിൽ പ്രകാശിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ശേഷം SP ആണെങ്കിൽ ഐസക്കിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ഐസക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പൊങ്ങച്ചം പറഞ്ഞിട്ടുണ്ട്, അതായത് മന്ത്രി തൻ്റെ സ്വന്തം ആളാണെന്നൊക്കെ പറഞ്ഞ് പരത്തിയായൊരു കഥയെക്കുറിച്ച് എടുത്തിട്ടാണ്. മന്ത്രിയെ അങ്ങനെ കളിയാക്കിയതിൽ തനിക്ക് വലിയൊരു വില തന്നെ കൊടുക്കേണ്ടി വരും. മന്ത്രി എങ്ങനെയാണ് തൻ്റെ സ്വന്തം ആളാവുന്നത്? എന്തായാലും നന്ദനെ കണ്ടെത്താനായിട്ട് എത്രയും പെട്ടെന്ന് തനിക്ക് സാധിച്ചില്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാറേ, എന്തായാലും ട്രാൻസ്ഫർ ഒന്നും വേണ്ട, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ ദേവികയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദേവിക എന്നോട് കരുണ കാണിക്കണം, ഞാനെന്തിനാ മാഡത്തിനോട് കരുണ കാണിക്കുന്നത്, എൻ്റെ മോനെ വിട്ടയക്കണം. എന്തായാലും ഋഷിയെ ഞാൻ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ നന്ദു എവിടെയാണെന്നും അവനെ തിരിച്ചയച്ചാൽ മാത്രമേ മാഡത്തിൻ്റെ മോനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ദേവിക സത്യമായിട്ടും പറയുന്നത്, അറിയില്ല, ഇസബല്ലയ്ക്കും കെവിനും അറിയാം മാഡം, അവർക്കും അറിയില്ല. എങ്കിലേ അറിയുന്ന സമയത്ത് ഋഷിയെ തിരിച്ചു വിടാം, എന്തായാലും ഉപദ്രവിക്കില്ല എന്ന് വാക്ക് തന്നില്ലേ. ദേവിക, നീയല്ലേ ഋഷിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, അപ്പോൾ പിന്നെ അവനോട് ഇങ്ങനെ ചെയ്യാൻ പാടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഋഷി തന്നെ എന്നോട് ഇത്ര വലിയ ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്, എന്നോടും എൻ്റെ ഭർത്താവിനോടും അവരുടെ കുടുംബത്തോടും. അത് മറന്നൊരിക്കലും ഞാൻ പ്രവർത്തിക്കില്ല, മാത്രമല്ല പഴയ കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഐസക്കാണെങ്കിൽ കെവിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ആകെ പ്രശ്നമായിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നന്ദനെ കണ്ടെത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാറേ, ഇനി എന്താ ചെയ്യുക, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്നോടാണ് ചോദിക്കുന്നത് എന്താ ചെയ്യാമെന്ന്. ആ ദേവിക SPക്ക് തുടരെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അയാൾ എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. നന്ദനെ കണ്ടെത്തുകയാണെങ്കിൽ എല്ലാവരുടെയും കള്ളി വെളിച്ചത്താവുമെന്ന് മാത്രമല്ല, അവനെ കണ്ടെത്തിയില്ലെങ്കിൽ എന്നേക്കാൾ മിടുക്കനായിട്ടുള്ള ഒരു ഓഫീസറെ എൻ്റെ സ്ഥാനത്ത് വയ്ക്കും, അതോടുകൂടിയിട്ട് എല്ലാം കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഐസക്ക് പറയുന്നു. ഇതൊക്കെ കേട്ട് കെവിനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.
കാത്തിരിക്കാം. നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ ബൈ.